മാർച്ച് 6 സുവിശേഷ വഴികളിലൂടെ വിശുദ്ധ മർക്കോസ് 10:46-52. ബർത്തിമേയുസിന് കാഴ്ച നൽകുന്നു. യേശു കടന്നു പോകുന്ന വഴിയിലായിരുന്നു ബർത്തിമേയുസ്. ജനത്തിൻ്റെ വിലക്ക് അവനെ തളർത്തിയില്ല. വഴിയിലൂടെ കടന്നു പോകുന്ന കർത്താവിനെ വിശ്വാസത്തിൻ്റെ വിലയിലൂടെ അവൻ തടഞ്ഞു നിർത്തുന്നു. യേശു നിൻ്റെ അരികിലൂടെ അനുദിനം കടന്നു പോകുന്നുണ്ട്. നീ അത് തിരിച്ചറിയുക. നിൻ്റെ ഉള്ളിലും നിൻ്റെ ചുറ്റിലും സന്നിഹിതമാകുന്ന ദൈവസാന്നിധ്യത്തോട് നിരന്തര ശ്രദ്ധയും തുറവിയും നീ പുലർത്തണം. അപ്പോഴാണ് കടന്നു പോകുന്നവൻ നിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതും സജീവമാകുന്നതും. കേട്ടത് നസ്രായൻ എന്നാണെങ്കിൽ ബർത്തിമേയുസ് വിളിച്ചത് ദാവീദിൻ്റെ പുത്ര എന്നാണ്. കൂടെ നടന്നിരുന്ന ആളുകൾക്ക് വ്യക്തമായ ബോധ്യമില്ല യേശു ദാവീദിൻ്റെ പുത്രനാണെന്ന്. അവൻ നസ്രായനാണെന്നറിയാം, സുഖപ്പെടുത്തുന്നവനാണെന്നറിയാം, ഗുരുവാണെന്നറിയാം, പ്രവാചകനെ പോലെ ഇരിക്കുന്നുവെന്നറിയാം. എന്നാൽ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ലാത്തൊരുത്തൻ യേശുവിനെ വിളിച്ചു ദാവീദിൻ്റെ പുത്ര എന്ന്. യഥാർത്ഥത്തിൽ കൃപ വഴിയല്ലാതെ അവനെ സ്വീകരിക്കാൻ കഴിയില്ല എന്ന് വെളിപ്പെടുത്തുകയാണ് ഈശോനാഥൻ. കൃപയാൽ നിറയപ്പെടാൻ നമുക്ക് ഉണർവോടെ പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.